റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് വൻ ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത്. ഇസ്രായേലും അമേരിക്കയും അനാവശ്യമായ ഇടപെടൽ ഇറാനിൽ നടത്തിയാൽ അതിന്റെ ദുരന്തം മിഡിൽ ഈസ്റ്റ് മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും റഷ്യയുടെ സഹായത്തോടെ ഇറാനിൽ നടക്കുന്ന ആണവ റിയാക്ടറാണ് ബുഷഹർ എന്നറിയപ്പെടുന്നത്. ഇതിനു നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ചെർണോബിൽ ആയിരിക്കുമെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉക്രൈനിലുള്ള ഭാഗമാണത്. അവിടെ 1989 നടന്ന ഒരു ആണവ നിലയ സ്ഫോടനമായിരുന്നു അത്. എന്നാൽ അതിന് സമാനമായ രണ്ടാമത്തെ ഒരു ചെർണോബിൽ ആയിരിക്കും ഇറാനിലെ ബുഷഹർ എന്ന് പറയുന്നു. ഇതോടൊപ്പം വ്ളാഡിമിർ പുടിൻ ഒരു കാര്യവും കൂടെ ഇസ്രായേലിന് മുന്നിൽ വാണിംഗ് ആയി മുന്നിൽ വെക്കുന്നുണ്ട്. ഈ ബുഷഹറിന് നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാൻ തീർച്ചയായും ഡിമോണ എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്നതിൽ സംശയമില്ല എന്നുകൂടെ പറയുന്നു. തീർച്ചയായും അതവർ ചെയ്തിരിക്കും എന്ന് പറയുന്നു. മാത്രമല്ല, ഇസ്രായേലിലുള്ള എല്ലാ ആണവ കേന്ദ്രങ്ങളിലും ആണവ റിസർച്ച് ലാബുകൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും ഇറാൻ തകർത്തെറിയും. ഇറാനെ തകർക്കുന്ന വല്ല ശ്രമവും നടത്തിയാൽ അത് ഇസ്രായേലിനെയും ഇറാൻ കൂടെ കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലുള്ള എല്ലാ ആണവ റിയാക്ടറുകളും തകർക്കാനാണ് അമേരിക്കയുടെ പദ്ധതി. അത് കരണ്ട് ഊർജ ഉൽപാദനത്തിന് വേണ്ടിയുള്ളതാണെങ്കിലും ശരി, സൈനിക ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിലും ശരി, എല്ലാം തകർത്തെറിയുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതി. അങ്ങനെ ഒരു നീക്കം നടന്നാൽ ഇസ്രായേലിനകത്തുള്ള എല്ലാ ആണവ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ തന്നെയാണ് ഇറാനും പദ്ധതിയിടുന്നത്. അതിൽ സൈനിക ആവശ്യമെന്നോ ഊർജ ആവശ്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം തകർക്കുക എന്നതാണ് ഇറാന്റെ മുന്നിലും ഇപ്പോഴുള്ള പ്ലാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം, ആണവ റിയാക്ടറുകൾക്ക് നേരെയുള്ള ആക്രമണം മിഡിൽ ഈസ്റ്റിൽ വൻ ദുരന്തമായിരിക്കും. ഇറാൻ ചെർണോബിൽ 2 മാറുന്നുവെങ്കിൽ മൂന്നാമത്തെ ചെർണോബിൽ ഇസ്രായേൽ ആയിരിക്കുമെന്ന് കൂടെയുള്ള മുന്നറിയിപ്പാണ് പുടിൻ നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിവേകമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിനെ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിക്കുമോ എന്ന ആശങ്കയാണ് ഇതിൽ നിന്ന് ലോകത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.